ഹലോ ഓൾ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഡാംസ് ഓഫ് ഇന്ത്യ വിത്ത് മെമ്മറി ട്രിക്സ് ആണ്. അതായത് ഓരോ ഡാമുകളും അത് സ്ഥിതി ചെയ്യുന്ന റിവറുകളും പിന്നെ അതിന്റെ സ്റ്റേറ്റുകളുമാണ് നമ്മൾ ഇന്ന് കോഡിലൂടെ കണക്ട് ചെയ്യാൻ പോകുന്നത്. ഹാൻഡ് ഡാം. ഹാൻഡ് ഡാം എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലെ ഹാൻഡ് റിവറിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഡാമാണ്. അത് നമ്മളെങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാൻഡിൽ നിന്ന് നമുക്ക് റൈറ്റ് ഹാൻഡ് എന്ന് കണക്ട് ചെയ്ത് വെക്കാൻ പറ്റൂലേ. റൈറ്റ് ഹാൻഡ് എന്ന് കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഉത്തരം എഴുതാൻ വേണ്ടിയിട്ടാണ് റൈറ്റ് ഹാൻഡ് ഉപയോഗിക്കുന്നതെന്ന് ഓർത്ത് വെച്ചാൽ മതി. ഉത്തരം എഴുതാനായിട്ട് റൈറ്റ് ഹാൻഡ് ഉപയോഗിക്കുന്നതെന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് ഹാൻഡിൽ നിന്ന് നമുക്ക് ഹാൻഡ് എന്ന് പറയുന്ന ഡാമും കിട്ടും, ഹാൻഡ് എന്ന് പറയുന്ന റിവറും കണക്ട് ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഉത്തരത്തിൽ നിന്ന് നമുക്ക് ഉത്തർപ്രദേശ് ആണെന്നും കൂടി പെട്ടെന്ന് കണക്ട് ചെയ്തെടുക്കാൻ പറ്റും. അടുത്തതാണ് നാഗാർജുന സാഗർ ഡാം. നാഗാർജുന സാഗർ ഡാം എന്ന് പറയുന്നത് തെലങ്കാനയിലെ കൃഷ്ണ റിവറിൽ സ്ഥിതി ചെയ്യുന്ന ഡാമാണ്. അതെങ്ങനെ കണക്ട് ചെയ്തെടുക്കാം എന്ന് വെച്ചാല് നാഗാർജുനയിലെ അർജുനനെ കണക്ട് ചെയ്താല് അർജുനനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാല് അർജുനന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണ്? കൃഷ്ണനല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അർജുനനെയും കൃഷ്ണനെയും കൂടി കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നാഗാർജുന സാഗർ ഡാം എന്ന് പറയുന്നത് സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണ റിവറാണ്, നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നാഗാർജുന എന്ന് പറഞ്ഞൊരു തെലുങ്ക് ആക്ടർ നമുക്കറിയുന്നതല്ലേ. ആ നാഗാർജുന എന്ന് പറയുന്ന തെലുങ്ക് ആക്ടറെ കൂടി കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാല് സ്റ്റേറ്റ് തെലുങ്കാനയാണെന്ന് കൂടി നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. അതായത് അർജുനെ ഓർത്താൽ നമുക്ക് കൃഷ്ണനെ കിട്ടും. അതായത് റിവർ കൃഷ്ണയെന്ന് കണക്ട് ചെയ്തെടുക്കാൻ പറ്റും. നാഗാർജുന എന്ന് പറയുന്ന പേര് കംപ്ലീറ്റ്ലി ഓർത്ത് കഴിഞ്ഞാൽ തെലുങ്ക് നടനായിട്ടുള്ള നാഗാർജുനനെ നമുക്ക് കണക്ട് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാഗാർജുന സാഗർ ഡാം എന്ന് പറയുന്നത് തെലങ്കാനയിലെ കൃഷ്ണ റിവറിൽ സ്ഥിതി ചെയ്യുന്ന ഡാമാണ്, നമുക്ക് ഈസിലി കണക്ട് ചെയ്തെടുക്കാൻ പറ്റും. അടുത്തതാണ് കല്ലണൈ ഡാം. കല്ലണൈ ഡാം എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ കാവേരി റിവറിൽ സ്ഥിതി ചെയ്യുന്ന ഡാമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കല്ലണയിലെ അണ്ണയിനെ കണക്ട് ചെയ്ത് വെച്ചാൽ അണ്ണൈ എന്ന് പറയുമ്പോൾ അണ്ണൻ, തമിഴ്നാട്ടിലെ ആൾക്കാർ ബ്രദറിനെ വിളിക്കുന്നത് അണ്ണൻ എന്നല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അണ്ണയിന്ന് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടൂലേ സ്റ്റേറ്റ് തമിഴ്നാടാണെന്ന്. അതേപോലെ തന്നെ കാവേരി എന്ന് പറയുന്നത് തമിഴ്നാടിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിവറാണ്. തമിഴ്നാട്ടിന്റെ ഒട്ടുമിക്ക ഡാമുകളും കാര്യങ്ങളൊക്കെ കാണുന്നത് എവിടെയാണ്? കാവേരി റിവറിൽ തന്നെയാണ്. അതും കൂടി ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ കല്ലണൈ എന്ന് പറയുന്ന ഡാം തമിഴ്നാട്ടിലെ കാവേരി റിവറിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് നമുക്ക് ഈസിലി കണക്ട് ചെയ്തെടുക്കാൻ പറ്റും. അടുത്തതാണ് ഹിരാക്കുഡ് ഡാം. ഹിരാക്കുഡ് ഡാം എന്ന് പറയുന്നത് ഒഡീഷയിലെ മഹാനദി റിവറിൽ സ്ഥിതി ചെയ്യുന്നതാണ്. അതെങ്ങനെ കണക്ട് ചെയ്തെടുക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിരാക്കുഡിലെ ഹീരയിൽ നിന്ന് നമുക്ക് ഹീറോ എന്ന് വിളിച്ചൂടെ? ഹീറോ. അതേപോലെ തന്നെ അതിന്റെ റിവർ ആയിട്ടുള്ള മഹാനദിയിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? നടി എന്ന് വിളിച്ചൂടെ? നടി, ആക്ട്രസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒഡീഷയിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ഓടി എന്ന് വിളിച്ചൂടെ? ഓടി. അതായത് ജസ്റ്റ് ആലോചിക്കാം, ഏതെങ്കിലും ഒരു സിനിമയിൽ ഹീറോനെ കാണുന്ന സമയത്ത് നടി ഹീറോന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു എന്ന് അങ്ങനെ കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഹിരാക്കുഡ് എന്ന് പറയുന്നത് ഒഡീഷയിലെ മഹാനദിയിൽ സ്ഥിതി ചെയ്യുന്നതാണ്, നമുക്ക് ഈസിലി കണക്ട് ചെയ്തെടുക്കാൻ പറ്റും. അടുത്തതാണ് ഇന്ദിരാസാഗർ ഡാം. ഇന്ദിരാസാഗർ ഡാം എന്ന് പറയുന്നത് മധ്യപ്രദേശിലെ നർമ്മദ റിവറിൽ സ്ഥിതി ചെയ്യുന്നതാണ്. ഇത് ഓർത്തിരിക്കാനായിട്ട് ഈ ഒരു കോഡ് മാത്രം ഓർത്തിരുന്നാൽ മതി. അതായത് നമ്മുടെ MP ഇന്ദിരാഗാന്ധിയാണ് ഓർത്തിരുന്നാൽ മതി. എങ്ങനെ? നമ്മുടെ MP ഇന്ദിരാഗാന്ധി എന്ന് കണക്ട് ചെയ്ത് വെച്ചാല് നമ്മുടെയിൽ നിന്ന് നമുക്ക് നർമ്മദയാന്ന് കണക്ട് ചെയ്തെടുക്കാൻ പറ്റും. MP-യിൽ നിന്ന് മധ്യപ്രദേശാന്ന് കണക്ട് ചെയ്താൻ പറ്റും. അതേപോലെ തന്നെ ഇന്ദിരാഗാന്ധിയിൽ നിന്ന് നമുക്ക് ഇന്ദിരാസാഗർ ഡാം എന്നും കിട്ടും കേട്ടോ. അപ്പൊ ഈ കോഡ് മാത്രം ഓർത്തിരിക്കാം. നമ്മുടെ MP ഇന്ദിരാഗാന്ധി, നമ്മുടെയിൽ നിന്ന് നർമ്മദ എന്നും കിട്ടും, MP-യിൽ നിന്ന് മധ്യപ്രദേശിൽ നിന്നും കിട്ടും, ഇന്ദിരാഗാന്ധിയിൽ നിന്ന് ഇന്ദിരാസാഗർ ഡാം എന്ന് നമുക്ക് കണക്ട് ചെയ്തെടുക്കാൻ പറ്റും. കൃഷ്ണസാഗർ ഡാം. കൃഷ്ണസാഗർ ഡാം എന്ന് പറയുന്നത് കർണാടകയിലെ കാവേരി റിവറിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഡാമാണ്. അതെങ്ങനെ കണക്ട് ചെയ്തെടുക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷ്ണനെ നമ്മൾ പറയുന്നത് എന്താണ്? കാർവർണൻ എന്നല്ലേ പറയാ? കാർവർണൻ. ആ കാർവർണൻ എന്ന് ഓർത്തിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കാറിൽ നിന്ന് കർണാടകയാന്ന് കിട്ടത്തില്ലേ? അതേപോലെ തന്നെ ആ കാർവർണനിൽ നിന്ന് തന്നെ നമുക്ക് കാവേരി എന്ന് കണക്ട് ചെയ്യാൻ പറ്റത്തില്ലേ? അപ്പൊ കൃഷ്ണസാഗർ ഡാം എന്ന് പറയുന്നത് കർണാടകയിലെ കാവേരി റിവർ ആണെന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് കൃഷ്ണൻ കാർവർണൻ എന്ന് മാത്രം ഓർത്തിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാല് കാർവർണറിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? കർണാടകയാന്നും കിട്ടും, കായിൽ നിന്ന് നമുക്ക് കാവേരിയാന്നും കിട്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈസിലി നമുക്ക് കണക്ട് ചെയ്തെടുത്തൂടെ കൃഷ്ണസാഗർ ഡാം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന്. ആണ് മേട്ടൂർ ഡാം. മേട്ടൂർ ഡാം എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ കാവേരി റിവറിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഡാമാണ്. അതെങ്ങനെ കണക്ട് ചെയ്തെടുക്കാം എന്ന് വെച്ച് കഴിഞ്ഞാല് മേട്ടൂരിലെ അവസാനത്തെ മേട്ടൂർ എന്നല്ലേ പറയാം? മേട്ടൂർ. അതിൽ നിന്ന് നമുക്ക് ഊരെന്ന് കണക്ട് ചെയ്തെടുത്തൂടെ? ഊരെവിടെയാന്നൊക്കെ ചോദിക്കുന്ന ആരാ? തമിഴ് ഭാഷയിലല്ലേ ചോദിക്കാം? തമിഴ് ലാംഗ്വേജിലല്ലേ നിന്റെ ഊരെവിടെയാന്നൊക്കെ ചോദിക്കുന്നത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മേട്ടൂർ ഡാം എന്ന് പറയുന്നത് തമിഴ്നാടാണ്, നമുക്ക് ഈസിലി കണക്ട് ചെയ്തെടുക്കാൻ പറ്റും.
അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു തമിഴ്നാടിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിവർ കാവേരി റിവറാണ്. അതുകൊണ്ട് അതിന്റെ മോസ്റ്റ് പ്രൊജക്റ്റുകൾ കാര്യങ്ങൾ കാവേരി റിവറിൽ തന്നെയാണ് ഉള്ളത്. അങ്ങനെ കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മേട്ടൂർ ഡാം എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ കാവേരി റിവറിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് നമുക്ക് ഈസിലി കണക്ട് ചെയ്തെടുക്കാൻ പറ്റും. അടുത്തതാണ് തുംഗഭദ്ര. തുംഗഭദ്ര എന്ന് പറയുന്നത് കർണാടകയിലെ തുംഗഭദ്ര റിവറിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഡാമാണ്. അതെങ്ങനെ കണക്ട് ചെയ്തെടുക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ തുംഗഭദ്ര ഡാം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് റിവർ തുംഗഭദ്ര നമുക്ക് ഈസിലി കണക്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു പിക്ചർ മാത്രം ഓർത്തിരുന്നാൽ മതി. എന്താണ്? തൂങ്ങിക്കിടക്കുന്ന കാറിന്റെ ഒരു പിക്ചർ ഇവിടെ കാണുന്നില്ലേ? തൂങ്ങിക്കിടക്കുന്ന കാറ്. അപ്പൊ തൂങ്ങിക്കിടക്കുന്ന കാറിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? തുംഗഭദ്ര എന്ന് കിട്ടും. കാറിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? കർണാടക എന്ന് കിട്ടും. ഈ തൂങ്ങിക്കിടക്കുന്ന കാറ് മാത്രം ആലോചിച്ചിരുന്നാൽ മതി. തൂങ്ങിക്കിടക്കുക, അതിൽ നിന്ന് തൂങ്ങിയിൽ നിന്ന് നമുക്ക് തുംഗഭദ്ര എന്നും കിട്ടും. കാറിൽ നിന്ന് നമുക്ക് കർണാടക എന്നും ഈസിലി കണക്ട് ചെയ്തെടുക്കാൻ പറ്റും. സർദാർ സരോവർ ഡാം. സർദാർ സരോവർ ഡാം എന്ന് പറയുന്നത് ഗുജറാത്തിലെ നർമ്മദ റിവറിൽ സ്ഥിതി ചെയ്യുന്നതാണ്. അത് ഓർത്തിരിക്കാനായിട്ട് ഇങ്ങനെ ജസ്റ്റ് ആലോചിച്ച് വെച്ചാൽ മതി. അതായത് സർദാർ ജി എങ്ങനെയാ? ജി എന്നുള്ളത് നമ്മുടെ ആൽഫബറ്റ് ആയിട്ടുള്ള ജി തന്നെ എഴുതണേ. സർദാർ ജി എന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ജിയിൽ നിന്ന് ഗുജറാത്താണ് കണക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഈ ജിയിൽ നിന്ന് ഗുജറാത്താണ് കണക്ട് ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ SARഉം NARഉം റൈംസ് അല്ലേ? റൈമിംഗ് വേർഡ് പോലെ തോന്നുന്നില്ലേ? SARഉം NAR എന്ന് കേൾക്കുമ്പോൾ അങ്ങനെ കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സർദാർജി എന്ന് കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ SARഉം NARഉം കൂടി ഓർത്തിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സർദാർ സരോവർ എന്ന് പറയുന്ന ഡാം എവിടെയാണ്? നർമ്മദ റിവർ ആണെന്ന് കണക്ട് ചെയ്താൻ പറ്റും. അതേപോലെ തന്നെ ജി ഇങ്ങനെയാണ് എഴുതുന്നതെന്നും കൂടി കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേറ്റ് ഗുജറാത്ത് ആണെന്നും കൂടി കണക്ട് ചെയ്തെടുക്കാൻ പറ്റും.